കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. ഇത് കഥാസാഗരത്തിൻ്റെ സമയമാണ്. കഥാസാഗരം ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ചിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. ഇന്ന് ഞാനൊരു ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. മാജിക് മത്തങ്ങ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പുസ്തകമുണ്ട്. അതിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു കഥയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. ഇതാ കഥ കേട്ടോളൂ. പണ്ട് അറേബ്യയിൽ ഒരു പാവം യാചകനുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ ഒരു തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേ നടന്നപ്പോൾ യാചകൻ്റെ ദൃഷ്ടിയിൽ ഒരു വലിയ വീട് കാണാനിടയായി. ആ വീടിന് വലിയ ഇരുമ്പ് ഗേറ്റിൽ പാറാവുകാരനും ഉണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ യാചകൻ പാറാവുകാരൻ്റെ അനുമതിയോടെ അകത്ത് കടന്നു. അടച്ചിരിക്കുന്ന വാതിലിൽ യാചകൻ മുട്ടി. ആരാണത്? അകത്തു നിന്നും വീട്ടുകാരൻ്റെ ശബ്ദം ഉയർന്നു. ഞാനൊരു യാചകനാണ്, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണം. ഇല്ല, ഈ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. പിശുക്കനായ ധനികന്റെ ശബ്ദം ഉച്ചത്തിലായി. അയ്യോ, അങ്ങനെ പറയരുത്. അല്പം ധാന്യമെങ്കിലും ഈ വീട്ടിൽ ഇല്ലാതിരിക്കുമോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഒച്ചയെടുക്കാതെ പോയില്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. അങ്ങനെയെങ്കിൽ ഒരു കഷണം റൊട്ടി തന്നാൽ മതി, തൽക്കാലത്തേക്ക് അത് ധാരാളം. യാചകൻ അവസാനമായി കെഞ്ചി. ഇല്ല, റൊട്ടിയുമില്ല, ചട്ടിയുമില്ല. അയാൾ വാതിൽ തുറക്കാതെ തന്നെ പറഞ്ഞു. അതാണ് അവസ്ഥയെങ്കിൽ അല്പം വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു, വല്ലാത്ത ദാഹമുണ്ട്. യാചകൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം പോലുമില്ല, പിശുക്കനായ ധനികൻ തീർത്തു പറഞ്ഞു. അപ്പോൾ പിശുക്കനോട് യാചകൻ പറഞ്ഞു, ഇത്രയും കഷ്ടമാണ് താങ്കളുടെ അവസ്ഥയെങ്കിൽ വീടിൻ്റെ ഗേറ്റിലിരുന്ന് യാചിച്ചുകൂടെ? ഏതെങ്കിലും നല്ല മനുഷ്യൻ തനിക്ക് വല്ലതും തരാതിരിക്കില്ല. നീ എന്നേക്കാൾ ദരിദ്രനാണല്ലോ. യാചകൻ വേഗത്തിൽ ഇറങ്ങി നടന്നു. എത്രയുമാണ് കഥ അവസാനിച്ചു. ചെറിയൊരു കഥയായിരുന്നു, വളരെ പെട്ടെന്ന് തീർന്നു. ഇന്ന് യാചകരില്ലാത്തൊരു സമൂഹം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അല്ലേ ജീവിക്കാനുള്ള വക കിട്ടിയിരുന്നെങ്കിൽ, യാചകവൃത്തിയിലോട്ട് ആരും തിരിയാതിരുന്നെങ്കിൽ. പക്ഷേ വൻ നഗരങ്ങളിൽ പോലും, അഭിവൃദ്ധി ഉണ്ടെന്ന് പറയുന്ന അമേരിക്കയിൽ പോലും യാചകരുണ്ട്. തെരുവിൽ താമസിക്കുന്നവരുണ്ട്, ചെറിയ വണ്ടികളിൽ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട്. തൊഴിൽ ഇല്ലായ്മയുണ്ട്. ഇപ്പം നഗരങ്ങളിലെല്ലാം സമൃദ്ധി ഒരു വശത്തുണ്ടെങ്കിലും ഇല്ലായ്മ ഉള്ളവർ ഒട്ടേറെ ഇപ്പോഴുമുണ്ട്. എവിടേക്കോ മനുഷ്യർ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയാണ് യാചകർ നമ്മുടെ സമൂഹത്തുള്ളത്. ഞാനും രാത്രിയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ തെരുവിലെ കടകളുടെ തിണ്ണയിലൊക്കെ ചിലർ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കുന്നവരെ കാണും. ഒരു ചെറിയ തുണിയൊക്കെ വിരിച്ച് ചിലർ ഉറക്കമായവരെ കാണും. ഒരു ദിവസം ഞാൻ ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലോട്ട് നടക്കാൻ തീരുമാനിച്ചു. രാത്രിയിലാണ്. അപ്പം നടക്കുമ്പോൾ ഇത്തരം കുറേ കാഴ്ചകളുണ്ട്. ചില കടകളുടെ തിണ്ണയിൽ മയക്കത്തിൽ അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ഒക്കെ ആയവരെ കാണാം. ചിലർ നിദ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്തരീക്ഷം ഒന്ന് സ്വസ്ഥമായിട്ട് വേണം
ഒന്ന് കിടന്നുറങ്ങാൻ. ചിലർ കൊതുക് തിരിയൊക്കെ വെച്ച് തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ്. ചിലർ ഒരു ബീഡിയൊക്കെ വലിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഒത്തിരി മുഖങ്ങൾ ഞാനിങ്ങനെ കണ്ടു. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, കാലം അല്ലേ, നമുക്ക് എത്രമാത്രം വികസനമൊക്കെ നമ്മുടെ സമൂഹത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ തെരുവിൽ ജീവിക്കുന്നവർ ഇന്നുമുണ്ട്, തെരുവിൽ കിടന്നുറങ്ങുന്നവർ ഇന്നുമുണ്ട്. ചിലരുടെ ഉറക്കം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നി. തെരുവിലാണെങ്കിൽ പോലും അവർ എല്ലാം മറന്ന് ഉറങ്ങുന്നുണ്ട്. വലിയ മണിമാളികളിലൊക്കെ താമസിക്കുന്നവർ ഉറക്കത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പലപ്പോഴും, അല്ലേ? പലരുമൊക്കെ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്. ഉറക്ക ഗുളികകൾ കഴിച്ച് ഉറങ്ങുന്നവർ അനേകമുണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ. ഒരു നല്ല ഉറക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു സുഖകരമായ ഉറക്കത്തിന്, അല്ലെങ്കിൽ ഗാഠനിദ്രയ്ക്ക് വേണ്ടിയൊക്കെ വളരെ പ്രയാസപ്പെടുന്നവർ ഒട്ടനവധിയുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വീടുണ്ട്, AC ഉണ്ട്, സുഭിക്ഷതയുണ്ട്, ആഹാരമുണ്ട്. പക്ഷെ ഉറക്കം ഇല്ല. അസ്വസ്ഥമാണ് മനസ്സ്. എന്തിനൊക്കെയോ വേണ്ടി മാനസിക സംഘർഷം, ആശങ്കകൾ ഒക്കെ കൊണ്ട് നടക്കുന്ന മനസ്സുകളിൽ പലപ്പോഴും ഉറക്കം അടുത്തുകൂടി പോലും പോകാറില്ല. അവർ പലപ്പോഴും മദ്യത്തിനും ചിലപ്പോൾ ഉറക്ക ഗുളികയ്ക്കും അല്ലെങ്കിൽ മയക്കുമരുന്നിനും ഒക്കെ അടിമ ആകുന്നവർ വരെയുണ്ട്. ഉറക്കം ഒരു കീറാമുട്ടിയാണ്, ഉറക്കം ലഭിക്കുന്നില്ല. ഞാൻ ഈ കഥയിൽ യാചകരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് വേറെ ചില കാര്യങ്ങൾ, യാചകരുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. യാചകരില്ലാത്ത സമൂഹം അല്ലേ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. വികസിത രാജ്യങ്ങളിൽ പോലും യാചകരുണ്ട്, തെരുവിൽ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മരീചിക കണക്ക് ഇങ്ങനെ നമുക്ക് അടുത്തുണ്ടെന്ന് തോന്നും, പക്ഷേ അടുത്തില്ല. ആ ഒരു ലോകം നമുക്കങ്ങനെ സ്വപ്നം കാണാനേ സാധിക്കുന്നു. ഇല്ലായ്മക്കാർ ഇന്നും ധാരാളമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ നമ്മൾ പങ്കുവയ്ക്കുന്നതിൽ എവിടേക്കോ നമുക്കും അല്ലേ നമ്മുടെ വിഭവങ്ങളും മറ്റുള്ള മനുഷ്യരെക്കുറിച്ചുള്ള നമ്മുടെ കരുതലുമൊക്കെ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എവിടേക്കോ അതിനൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് യാചകർ, അല്ലേ? തെരുവിൽ ഉറങ്ങുന്നവർ, സ്വന്തമായിട്ട് പാർപ്പിടമില്ലാത്തവർ. നാടകത്തിലെ ഒരു നടനെ പോലെയാണ് മനുഷ്യൻ എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചത് ഒരു റോമൻ ചിന്തകനാണ്. പിന്നെ സോഫോക്ലിസും ഷേക്സ്പിയറും മറ്റും പലരും ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അല്ലേ പല പല വേഷങ്ങളും കെട്ടുകയാണ് ജീവിതത്തിൽ. നടനെ പോലെയാണ് മനുഷ്യർ. ഇതിലെ കുബേരനും ഇതിലെ പണക്കാരനായ മനുഷ്യനും അത് തന്നെയാണ്. അയാളൊരു വേഷം കെട്ടുകയാണ് യാചകൻ്റെ അടുത്ത്. ഇല്ല 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 എന്ന് അയാൾ ആവർത്തിച്ച് പറയുകയാണ്. തൻ്റെ ഇല്ലായ്മ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. ഒന്നും കൊണ്ട് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല, മനസ്സ് അനുവദിക്കുന്നില്ല. എന്നാൽ പിന്നെ തനിക്ക് ഗേറ്റിൻ്റെ മുന്നിലിരുന്ന് യാചിച്ചുകൂടെ എന്നാണ് ഈ ഭിക്ഷക്കാരൻ ചോദിക്കുന്നത്. ഇന്ന് കാലം മാറി, യാചകരെയും സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. തിന്മ ഉള്ളവർ, യാചകരിലും തിന്മയുള്ളവർ ഉണ്ട്. പല റാക്കറ്റുകളുടെയും ഭാഗമായിട്ട് അല്ലേ യാചിക്കുന്നവരുണ്ട്. യാചകരുടെ മുകളിൽ ചില കറുത്ത കൈകളുണ്ട്. അവരെ പണം സമ്പാദിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ചില മുതലാളിമാരുണ്ട്, അല്ലേ? യാചകരെ ഉപയോഗിക്കുന്ന ചില മുതലാളിമാരുണ്ട്. അവർ കൊണ്ടുവരുന്ന പണം അതിലൊരു വലിയ പങ്കും കൈപ്പറ്റുന്ന ചില മുതലാളിമാർ. എന്നിട്ട് ഇവർക്ക് ചെറിയൊരു പങ്ക് കൊടുത്തുകൊണ്ട് ഉത്സവപ്പറമ്പുകളിലും പള്ളികളുടെ മുന്നിലുമൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്ന യാചകരെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയൊക്കെ അല്ലേ ലോകം മാറി, യാചക വൃത്തിയായി മാറി. പല യാചകരും മരിക്കുമ്പോൾ അവരുടെ മടിശീലിലും അല്ലെങ്കിൽ അവരുടെ ഭാണ്ഡക്കെട്ടിലും പാസ്ബുക്കുകളും ലക്ഷക്കണക്കിന് രൂപകളുമൊക്കെ കണ്ടെത്തിയ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥയിൽ നായകനായിട്ടുള്ള യാചകനല്ല പലപ്പോഴും ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥ യാചകരും ഉണ്ടാകാം, എന്നാലും അതിൽ കുറേയേറെ കള്ളനാണയങ്ങളുമൊക്കെ ഉണ്ട്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം വിടവാങ്ങുന്നു. അടുത്ത കഥാസാരത്തിൽ പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.